യാഗമില്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. എന്നും നകറ്റും അനുപമ സ്നേഹം ദൈവം. അല്ലലെല്ലാം അവൻ എന്നും നകറ്റും അനുപമ സ്നേഹം ദൈവം. തീരാത്ത വേദനയാൽ ഉള്ളം നുറുങ്ങുമ്പോൾ തീരത്തണയും യാഗൻ ദൈവം. തീരാത്ത വേദനയാൽ ഉള്ളം നുറുങ്ങുമ്പോൾ തീരത്തണയും യാഗൻ ദൈവം. യാഗേ, നീയാണെൻ ദൈവം. യാഗേ, നീയാണെൻ ദൈവം. യാഗമില്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. യാത്രയിലെന്നും നടത്തും ഇടറാത്ത ഇടയനാം ദൈവം. ഈ മരുയാത്രയിൽ എന്നും നടത്തും ഇടറാത്ത ഇടയനാം ദൈവം. ദൈവശാന്തിയും സ്നേഹവും തന്നെന്നെ ദൈവരാജ്യത്തിൽ ചേർത്തിടും ദൈവം. ദൈവശാന്തിയും സ്നേഹവും തന്നെന്നെ ദൈവരാജ്യത്തിൽ ചേർത്തിടും ദൈവം. യാഗേ, നീയാണെൻ ദൈവം. യാഗേ, നീയാണെൻ ദൈവം. യാഗമില്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് സഹായവണ്ണം പ്രവർത്തിക്കുന്ന പോർട്ട് വേർഡ് ചാനൽ ചെയർമാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവരോടും കുടുംബത്തോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ അനുഗ്രഹമാണ്. പലപ്പോഴും നമുക്ക് അനുഗ്രഹം മാത്രമാണ് നമുക്കിഷ്ടം, വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ല. വെല്ലുവിളികളെ വിജയിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ അമിതമായി വർദ്ധിക്കുന്നത്. നമ്മളുടെ അബദ്ധം കൊണ്ട് വെല്ലുവിളികൾ ഉണ്ടാകുന്നതല്ല, ക്രിസ്തീയ ശുശ്രൂഷകൾക്ക് വെല്ലുവിളികളുണ്ട്. ആ ക്രിസ്തീയ ശുശ്രൂഷകൾക്ക് നന്മ എപ്പോഴും ചെയ്യുമ്പോൾ വെല്ലുവിളികളുണ്ട്. സാത്താൻ തിന്മയുടെ നേതാവാണ്.
തിന്മ ലോകത്തിൽ നിറയ്ക്കാനാണ് സാത്താൻ്റെ ശ്രമം. തിന്മ കൊണ്ട് ലോകം നിറയാൻ ശ്രമിക്കുമ്പോൾ നന്മയാൽ ലോകത്തെ നിറയ്ക്കുവാനാണ് ദൈവം ശ്രമിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവീയ ഏജൻറ്റുകളായി നമ്മൾ തീരണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന 1-2 ഭാഗങ്ങൾ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികൾ എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ് യൂസ എന്ന സഹോദരനുടെ സഹോദരനുമല്ലയോ? അവൻ്റെ സഹോദരരും നമ്മോടുകൂടി ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അപ്പോൾ അവൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ ശുശ്രൂഷ അവൻ്റെ ചർച്ചിലാണ് നടന്നത്. അവൻ്റെ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ, കൂടിവരകളുടെ ബന്ധത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും, ഒരു കൂട്ടമായി ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. ഭവനം നമ്മൾ തന്നെ ഒരു ചർച്ചാണ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. നമ്മൾ ചർച്ചാണ്. നമ്മൾ ഒരുമിച്ച് ദൈവ ശരീരം ഒരേ ആത്മാവും ഏക മനസ്സുള്ളവരും ഏക ആത്മാവുള്ളവരും ഒരുമിച്ചിരിക്കുമ്പോൾ ആ ആരാധനയിൽ പ്രത്യേകമായ ദൈവീയ വെളിപ്പാടുകളും ദൈവീയ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ആ ദൈവീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പറയുന്നത് ഇവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആളുകൾ ചെക്ക് ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പള്ളികളിൽ ഇവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഇവനെ അങ്ങോട്ട് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവരെ യേശു കർത്താവിനെ അംഗീകരിച്ചില്ല, പിന്നാണോ നമ്മളൊക്കെ പലപ്പോഴും വലിയ ആളുകളാകാൻ ശ്രമിക്കുമ്പോൾ, അംഗീകാരം കിട്ടാതിരിക്കുമ്പോൾ, അംഗീകാരത്തിന് കോട്ടം തട്ടുമ്പോൾ മാനസികമായി സംഘർഷത്തിലാകും. അതുകൊണ്ട് ഈ വചനത്താൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങളെ ആരും അംഗീകരിക്കണമെന്നില്ല. കർത്താവ് നിങ്ങളെ അംഗീകരിച്ചാൽ മതി, യേശു നിങ്ങളെ അംഗീകരിച്ചാൽ മതി. അവിടെ നിങ്ങൾക്കൊരു പുതിയ ശക്തിയും പുതിയ വെളിപ്പാടുമുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന യേശു കർത്താവിന് സ്വന്തം നാട്ടിൽ, സ്വന്തം പള്ളിയിൽ അവിടെ ചെന്നപ്പോൾ ഇവൻ മറിയയുടെ മകനല്ലേ, യൂദ എന്നിവൻ്റെ സഹോദരനല്ലേ, ഇവൻ തച്ചൻ്റെ യോസഫിൻ്റെ മകനല്ലേ? അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് വേഴ്സിനെ കൊണ്ട് എന്നെയും നിങ്ങളെയും തകർക്കുവാൻ ശ്രമിക്കുന്നവർ ഈ ലോകത്ത് കാണും. ഇവൻ ആരാണ്? സ്വാഭാവികമായ നെഗറ്റീവ് വേഴ്സ് കൊണ്ട് ഇത് സംഭവിക്കുന്നത് അവന് പള്ളിയിൽ നിന്നാണ് സംഭവിക്കുന്നത്, പുറത്തു നിന്നല്ല സംഭവിക്കുന്നത്. യേശുവിൻ്റെ സ്വന്തം പള്ളിയിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. സ്വന്തം ആളുകളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ഒക്കെ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് കോൺസിക്വൻസസ് ആണ്. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചോളം ഇതൊന്നും നിന്നെ അലട്ടരുത്, ഇതൊന്നും നിൻ്റെ ഭാരമായി വരരുത്. നീ ഇതിനെ അതിജീവിക്കാൻ സാധിക്കണം. നീ ഇതിനെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് നിന്നിലുള്ള അനുഗ്രഹം നിന്നിലേക്ക് വരുന്നത്. നിൻ്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. അവൻ മറിയയുടെ പുത്രനാണെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാലല്ല നീ ദൈവപുത്രനെ മാറുകയില്ല. യൂദയോസയുടെ സഹോദരൻ, അതെ, ദൈവം മനുഷ്യനായി പിറന്നതാണ് വിശുദ്ധ കന്യാമറിയാമിൽ യേശു കർത്താവ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവനെ വീണ്ടെടുക്കുവാൻ ദൈവം ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പുത്രൻ, ആ ദൈവത്തിൻ്റെ പുത്രൻ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. വേദപുസ്തകം പഠിക്കുമ്പോഴാണത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ്, അവൻ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കർത്താവ് ജനിച്ച് ജീവിച്ച് മരിച്ച് 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ 3ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്. അപ്പോൾ ഈ കോൺസിക്വൻസസിനെ അതിജീവിക്കണമെങ്കിൽ നമ്മളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രവേശിക്കണം. അതിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കണം. ഒന്നാമത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, വിവേചനം, വെളിപ്പാടുകൾ, ഭാഷകളുടെ വ്യാഖ്യാനം. ഈ വരങ്ങൾ നമ്മളിലുണ്ടാകണം. വരങ്ങൾ 36 കൂട്ടം വരങ്ങൾ പറഞ്ഞിട്ട് സ്നേഹമെന്ന വരമുണ്ടെങ്കിൽ മാത്രമേ, അതിശ്രേഷ്ഠമായ വരം സ്നേഹം 1 കൊരിന്ത്യർ 13 അവസാന വാക്യത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആ സ്നേഹമെന്ന വരം കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കാൻ സാധിക്കുന്നത്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ സാധിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് അത് യഥാർത്ഥമായി തീരുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒരാൾ അപമാനിച്ചാൽ, നിങ്ങളെ ഒരാൾ കൊച്ചാക്കിയാൽ, നിങ്ങളെ ഒരാൾ നിങ്ങൾക്കെതിരായി പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ക്ഷണിച്ചു പോകരുത്. എൻ്റെ കർത്താവിനെ പോലും അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അല്ല ചുമ്മാ വേറെ സ്വന്തം കാര്യത്തിന് വേണ്ടി പോകരുത്. ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു സ്ഥലം പെടുന്ന പണിയല്ല. കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും യേശുവിനോട് കൂടെ നിൽക്കാൻ സാധിക്കണം. അത് പലതരത്തിലായിരിക്കും നിങ്ങളെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കാവുന്നത്. ഞാൻ എപ്പോഴും എന്നോടൊപ്പം വാഹനം ഓടിക്കുന്നവരോട് പറയും, അവർ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ്. അവർ കൃത്യമായി ആ ശുശ്രൂഷ നിർവഹിച്ചില്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തി യേശുവിനെ ഉയർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അത് വലിയ ശുശ്രൂഷയാണ്, അത് വലിയ അനുഗ്രഹം ലഭിക്കുന്ന ശുശ്രൂഷയാണ്. അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ പ്രസംഗം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ ഇതിന് പിൻപിൽ എത്രയോ അധ്വാനങ്ങളുണ്ട്, എത്രയോ ആളുകളുടെ കഠിന പരിശ്രമമുണ്ട്, എത്രയോ ആളുകളുടെ സഹായമുണ്ട്. അങ്ങനെയാണ് നിങ്ങളിലേക്ക് ഈ പ്രസംഗം വരുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനം നിങ്ങളിലെത്തുമ്പോൾ ഒരു പുതുശക്തിയും പുതുബലവും നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ആ കർത്താവ് അവരോട് പറഞ്ഞത്, യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പുതുനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ആ കർത്താവ് പറയുകയാണ്, അവന് ഒരു പ്രവാചകനും തൻ്റെ സ്വന്തം നഗരത്തിൽ സ്വന്തമായിടത്ത് അവനൊരു അംഗീകാരം കൊടുക്കുകയില്ല. കർത്താവിന് കൊടുക്കാത്ത ഒരു സമൂഹം ഇവിടെയും അംഗീകാരം കൊടുക്കുകയില്ല. യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം എനിക്ക് ചേർപ്പാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ച്, യഹൂദിനെ സ്നേഹിച്ച് അവനെ ചേർപ്പാൻ മനസ്സായിരുന്നു, പക്ഷേ അവനോ മനസ്സായില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾക്കൊരു പുതിയ ധൈര്യവും പുതിയ ബലവും കിട്ടണം. നിങ്ങളുടെ ചർച്ചിലോ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തോ, നിങ്ങളുടെ ഭവനത്തിലോ, നിങ്ങളുടെ ദേശത്തിലോ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടി. അംഗീകാര മുദ്രയൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല, തരികയില്ലാരും. ഭാരപ്പെടരുത്. എൻ്റെ കർത്താവിന് കൊടുത്തിട്ടില്ല. ഒരു പ്രവാചകനും തൻ്റെ പുതുനഗരത്തിൽ സമ്മതനല്ലല്ലോ. പക്ഷേ അവിടെ ചെയ്ത് വന്നത്, അവിടെ ഇത് യേശു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു. സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. ഒരു അൺഫെയ്ത്ത്ഫുൾ കമ്മ്യൂണിറ്റിയിൽ ഒരു അനുഗ്രഹവും ഒരു മനുഷ്യന് ചെയ്യാൻ ഒക്കുകയില്ല. ഒരു അൺഫെയ്ത്ത്ഫുൾ കമ്മ്യൂണിറ്റി, അവിശ്വാസമുള്ള തലമുറകളുടെ മധ്യത്തിൽ ദൈവത്തിന് ഒരു അത്ഭുതവും ചെയ്യാനൊക്കുകയില്ല. ദൈവത്തിൽ നീ പൂർണ്ണമായി വിശ്വസിച്ച്, ദൈവത്തിൽ 100% വിശ്വസിച്ച് ദൈവീയ ആരാധനയിൽ നടന്നെങ്കിൽ മാത്രമേ നിന്നിൽ അത്ഭുതം നടക്കുകയുള്ളൂ. നിന്നിൽ അത്ഭുതം നടക്കും. നീ ഒരു അത്ഭുത മനുഷ്യനായിത്തീരും. നീ ഒരു മിറാക്കുലസ് പേഴ്സണാലിറ്റിയായി മാറും. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് യാതൊരു സംശയമില്ല. ദൈവം നിന്നിൽ അത്ഭുതം ചെയ്യുന്നത് നിൻ്റെ വിശ്വാസമനുസരിച്ചാണ്. യേശു പോയിട്ട് അവിടെ വലിയ സംഭവമൊന്നും നടന്നില്ല. ചിലരുടെ മേലൊക്കെ കൈവച്ചു, രോഗികൾ സൗഖ്യമായതേ ഉള്ളൂ. വലിയ വീര്യപ്രവൃത്തികൾ നടന്നില്ല. ഒരു സമൂഹത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവത്തെ ഭയമില്ലാതെ, ദൈവീയ ആലോചനയില്ലാത്ത ഒരു സമൂഹത്തിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുക. ദൈവീയ ആലോചനകളില്ലാത്ത, ദൈവീയ അന്തരീക്ഷമില്ലാത്ത ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവ് പറയുന്നുണ്ട്, മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് സംശയമാണ്. അനന്തരം അവൻ 12 പേരെ അടുക്കൽ വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരിപ്പിട്ട് കൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട്, അവിടം
വിട്ടു പുറപ്പെട്ടു പോളോ അതിൽ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവീനെന്നും അവരോട് പറഞ്ഞു. അവിടെ അതോറിറ്റി വിത്ത് ഡിസൈപ്പിൾസ്. അവിടെ ആ ഡിസൈപ്പിൾസിന് ഒരു അധികാരം കൊടുക്കുകയാണ്. ചില ഡിസിപ്ലിനൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ ഡിസിപ്ലിനിലാണ് അധികാരം കൊടുക്കുന്നത്. ആ ഡിസിപ്ലിനിൽ 2 വസ്ത്രം എടുക്കരുത്, കാലിൽ ചെരുപ്പാകാം, എവിടെയെങ്കിലും ചെന്നാൽ അവിടെ സമാനമായിട്ട് പാർക്കാം. ഇവിടെ കർത്താവിൻ്റെ അതോറിറ്റി ചെയ്യണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതോറിറ്റിയിൽ മാത്രമേ ഡിസിപ്ലിൻ ചെയ്യാനുള്ളൂ. 2 കർത്താവ് അശുദ്ധാക്കളുടെ മേൽ അധികാരം. ഏത് അന്ധകാരക്കെട്ടിനെയും ഏത് പൈശാചികക്കെട്ടിനെയും അതിന്മേലുള്ള വലിയ അധികാരമാണ് കൊടുക്കുന്നത്. വലിയ അവകാശമാണ് കൊടുക്കുന്നത്. വലിയ അവകാശമാണ് കൊടുക്കുന്നത്. എത്രയെത്ര അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കും, എത്രയെത്ര അതിശയങ്ങൾ ദൈവം പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിലുള്ള പ്രവർത്തനത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. അതുകൊണ്ട് ദൈവികമായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതോർത്തു കൊള്ളണം. അതുകൊണ്ട് അതോറിറ്റി വിത്ത് ഡിസിപ്ലിൻ. നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചർച്ചിൻ്റെ കൂട്ടത്തിൽ, ഒരു കൂട്ടായ്മയിൽ, അവിടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല പ്രധാനം. അവിടെ അത് അംഗീകരിക്കുന്നില്ല. ഒരു അൺഫെയ്ത്ത്ഫുൾ കമ്മ്യൂണിറ്റിയിൽ ദൈവം അത്ഭുതം ചെയ്യുന്നില്ല. എന്നാൽ യേശു ശിഷ്യന്മാരെ അയക്കുന്നത് അധികാരം കൊടുത്താണ് അയക്കുന്നത്. അധികാരം കൊടുത്ത് എന്താണ് അവർക്ക് കർത്താവ് കൊടുക്കുന്നത് എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. പ്രീച്ച് ഗോസ്പൽ, പ്രീച്ച് ഗോസ്പൽ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയ അവകാശമാണ്. ശിഷ്യന്മാർക്ക് വലിയ അവകാശത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനുള്ള വലിയ അവകാശം കൊടുക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണത്തിന്, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ അധികാരത്തോടെ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അത് ആരതിനെ അങ്ങനെ ഏറ്റെടുക്കുമോ അവിടെ അത് അനുഗ്രഹമായിരിക്കും. ഇത് അനുഗ്രഹവും അതിൻ്റെതോടൊപ്പം തന്നെ ഇതിൻ്റെ വെല്ലുവിളികളുമുണ്ട്. ക്രിസ്തീയ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ക്രിസ്തീയ ദൗത്യം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ക്രിസ്തീയ ശുശ്രൂഷ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ലോകത്തിലെ ഏത് ശുശ്രൂഷകളും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. വെല്ലുവിളികൾ നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ലോകത്തിൽ ഏറ്റവും പരിപാവനമായും പവിത്രമായും ചെയ്യുവാൻ സാധിക്കുന്ന ഈ ശുശ്രൂഷയിൽ അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുവാൻ ഇതവസരം തരുമ്പോൾ ആ ഡിസിപ്ലിൻ നമ്മൾ പാലിച്ചിരിക്കണം. ആ ഡിസിപ്ലിനിൽ മാത്രമേ അത് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഇൻഡിസിപ്ലിൻഡ് പേഴ്സണാലിറ്റിക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിച്ച് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധ്യമല്ല. അത് പ്രയോജനപ്പെടുത്താൻ സാധ്യമല്ല. എന്നാൽ അവരുടെ വിശ്വാസം കൊണ്ട് വല്ല അത്ഭുതങ്ങളൊക്കെ നടക്കും. ജനങ്ങളുടെ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ ആ വിശ്വാസത്തിൽ അത്ഭുതം നടക്കുന്ന വെല്ലുവിളികളിൽ ഈ അത്ഭുതം നടക്കുമ്പോൾ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മൾ കർത്താവിന് വേണ്ടി വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കണം. നിങ്ങൾ ഏത് തരത്തിലാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഏത് മേഖലകളിലാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? പലതരത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിന് ഹിതകരമാവണ്ണം, കർത്താവിന് പ്രസാദിപ്പിക്കത്തക്കവണ്ണം, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് ആഴം കൂട്ടത്തക്കവണ്ണം, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ പ്രഘോഷിക്കുവാൻ, വചനം പ്രാഗൽഭ്യത്തോടെ പ്രഘോഷിക്കുവാനുള്ള കൃപ നൽകണം. ഒരുമിച്ച് തന്നെയല്ല, ഒരുമിച്ച് കൂടാൻ പാടാണ്. മറ്റുള്ളവരോട് കൂടാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പാടായതുകൊണ്ടാണ് ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ വിഷമമാണ്. ഇന്ന് സഭകൾ, ഭാരതത്തിലെ സഭകളെല്ലാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഭാരതത്തിലെ സഭകളെല്ലാം ഒരുമിച്ച്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSI ഒരു യുണൈറ്റഡ് ചർച്ച്, യുണൈറ്റിംഗ് ചർച്ചാണ്. അതുകൊണ്ട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പോളിസി തന്നെ 50 വർഷം കഴിയുമ്പോൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേര് മാറ്റി അനേകരെ അതിലേക്ക് ആനയിക്കപ്പെടണമെന്നാണ്. ആംഗ്ലിക്കൻ, ബാപ്റ്റിസ്റ്റ്, മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റീരിയൻ,
കോൺഗ്രിഗേഷൻ സഭകൾ ഒരുമിച്ച് ചേർന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം സഭ രൂപം കൊടുക്കുന്നത്. ആ സഭ രൂപം കൊടുക്കുമ്പോൾ ആ സഭയുടെ ഐഡൻറ്റിറ്റി ഒരുപോലെയുള്ള വിവിധ സഭകൾ ഒരുമിച്ച് ചേർന്ന് മുൻപോട്ട് പോകുമ്പോൾ അനേക സഭകളെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഓപ്പൺ ചർച്ച് ടു ദി ഓപ്പൺ വേൾഡ് എന്ന ആപ്തവാക്യത്തിലൂടെ, ബോർഡർലെസ് ചർച്ച് എന്ന ആപ്തവാക്യത്തിലൂടെ, ഗോഡ്സ് ചർച്ച് ടു ദ ഗോഡ്സ് വേൾഡ് എന്ന ലാംബത്ത് കോൺഫറൻസിൻ്റെ ആപ്തവാക്യത്തിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് ചേർത്ത് സഭ മുന്നോട്ട് പോകുവാൻ ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒരുമിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഞാൻ സ്വപ്നം കാണുന്ന ഒരു ദൈവരാജ്യം അതാണ്. ഒരു ദൈവരാജ്യത്തിൽ ആരുടെയും ഒരു സഭയും സ്വർഗത്തിലെത്തിക്കുന്നില്ല. ദക്ഷിണേന്ത്യ സഭയുടെ പ്രമാണമനുസരിച്ച് സ്വർഗത്തിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും കർമ്മണ ജന്മന ഒരു സഭയുടെ അംഗങ്ങളായിരിക്കാം. എന്നാൽ ഈ സുവിശേഷം ലോകത്തിന് കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ളത് മറക്കരുത്. നമ്മൾ മറക്കരുത്. ഈ സുവിശേഷം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കണം. ഈ സുവിശേഷം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. യേശു കർത്താവ് ഈരണ്ടായി ശിഷ്യന്മാരെ അയച്ചിരിക്കുന്ന ഈ കോൺസിക്വൻസസ് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. വെല്ലുവിളികൾ ഏറ്റെടുത്ത് തയ്യാറായി മുൻപോട്ട് പോകാൻ സാധിക്കണം. വെല്ലുവിളികൾ ഏറ്റെടുത്ത് തയ്യാറായി മുൻപോട്ട് പോകുമ്പോൾ ഏതവസ്ഥയിലും ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവുണ്ട്. നിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹിക്കുന്ന കർത്താവുണ്ട്. കർത്താവിന് വേണ്ടി ഈ തീക്കനൽ പ്രോജക്റ്റിൻ്റെ ഇതിൻ്റെ മോട്ടോ തന്നെ സ്പ്രെഡ് ദ ഗോസ്പൽ, ഹെൽപ്പ് ദ നീഡി. സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക. ആവശ്യത്തിലിരിക്കുന്നവരാരാണ് ആവശ്യക്കാരൻ? യഹൂദനും ശമരിയനും തമ്മിലുള്ള ആരാണ് നല്ല ശമരിയാക്കാരൻ? ആവശ്യത്തിലിരിക്കുന്നവൻ ആരുമായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും ആ കരുതലിൻ്റെ കരം നിനക്കുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവിക സ്നേഹബന്ധം പൂർണ്ണമാക്കപ്പെടുകയുള്ളൂ. അതാണ് യേശുവിൻ്റെ സ്നേഹം. അതുകൊണ്ട് നന്മ ചെയ്യാൻ നീ തീരുമാനിച്ചാൽ അതിൻ്റെ പിന്നിൽ വെല്ലുവിളികളുണ്ടെന്ന് ഓർത്തോണം. വെല്ലുവിളികളില്ലാതെ ആർക്കും നന്മ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു നന്മപ്രവൃത്തി ചെയ്ത്, പുണ്യപ്രവൃത്തി ചെയ്ത് മനസ്സിന് സമാധാനം നേടുന്ന ആ അവസ്ഥയിലേക്ക് നീങ്ങണമെങ്കിൽ ധാരാളം 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 അനുഭവങ്ങൾ പറഞ്ഞാൽ എത്രയോ സാധാരണക്കാരെ കൊണ്ട് ഉന്നതമായിട്ടുള്ള ചിന്തകൾ കൊടുക്കുവാൻ സാധിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഒരു ഗൈഡൻസ് സെൻ്ററാണ് ബഹുമാനമുള്ള ഈപ്പൻ ജോണച്ചൻ്റെ സഹായത്തോടുകൂടി അഭിമന്യ ഡോക്ടർ സാം മാത്യു തിരുമേനി ആരംഭിച്ച കഞ്ചിക്കുഴി അസെൻഷൻ ദേവാലയത്തിൻ്റെ സേവന നിലയമെന്ന പ്രസ്ഥാനം. മെഡിക്കൽ കോളേജിൽ വന്നിരുന്ന രോഗികൾക്ക്, അവർക്ക് ആശ്രയം പറ്റിയിരുന്നവർക്ക് മതവിഭാഗമെന്നെ അവിടെ നിന്നാണ് നവജീവൻ ട്രസ്റ്റ് PU തോമസ് ചേട്ടൻ, അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു ദർശനമാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഗാന്ധി ഭവൻ എത്രയോ ഉന്നതമായി പുനലൂർ സോമരശേഖരൻ സാറ് നടത്തുന്ന ഗാന്ധി ഭവൻ, കലയൂരം ജോസ് സാറ് നടത്തുന്ന ആശ്രയ എന്ന സ്ഥാപനം, വിളക്കുടിയിൽ സിസ്റ്റർ നടത്തുന്ന സ്നേഹതീരം എന്ന ആ വലിയ പ്രസ്ഥാനം, ആരുമില്ലാത്തവരെ യേശു പറഞ്ഞ ശുശ്രൂഷ ചെയ്യുന്ന ആ വലിയ പ്രസ്ഥാനം, ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന മേഖലകളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതുപോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് കരുതൽ കൊടുക്കുവാൻ സഹായകരമായി തീരണം. ഇതിനെല്ലാം വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, വെല്ലുവിളികൾ അനുഗ്രഹമാണ്. വെല്ലുവിളികളെ അതിജീവിക്കുമ്പോൾ അനുഗ്രഹം ചൊരിയിക്കാമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.